സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങളെ കൂടെ നിന്നോ, ഹക്കിന്റെ കൂടെ ഉറച്ചു നിന്നോ. 5 നേരത്തെ നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ ഖളാക്കാതെ, റവാത്തിബ് സുന്നത്ത് നിസ്കാരം ചെറുതാക്കാതെ എല്ലാം പ്രവർത്തിച്ചോ. നന്നായി ഉമ്മ ബാപ്പമാരെ സ്നേഹിച്ചോ, ആദരിച്ചോ. ഏത് കൊലകൊമ്പനാണെങ്കിലും ഉപ്പാനെയും ഉമ്മാനെയും വെറുപ്പിച്ചവന് സ്വർഗം കിട്ടൂല, ഒരു തങ്ങളെ ശഫാഅത്തും കിട്ടൂല, ഒരു ആലിമും തിരിഞ്ഞു നോക്കൂല, ഒരൊറ്റ റഹ്മത്തിന്റെ മലക്ക് മൈൻഡ് ചെയ്യൂല. അവര് പ്രായമായി വീട്ടിലുണ്ടോ മോനെ? അവരെ മനസ്സിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചേ പറ്റൂ, അവരെ ഖിദ്മത്ത് ചെയ്തേ പറ്റൂ. ഉപ്പ പോയാലേ ആ പോയ വേദന അറിയുള്ളൂ. ഉപ്പയുടെ വിയോഗശേഷം ഖേദിച്ച് കാര്യമില്ല, ഉമ്മ പോയതിന് ശേഷം ഖേദിച്ച് കാര്യമില്ല. ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ മോനെ? വാരി പുണർന്നോ കൂട്ടുകാരാ? അതിനോളം ഉയർന്ന ഒരു സേവനം വേറെയില്ല. ഉമ്മാന്റെ നഖം മുറിച്ചു കൊടുത്തോ, ഉപ്പാന്റെ കാല് കഴുകി കൊടുത്തോ, ഉപ്പാന്റെ ഡ്രസ് അലക്കി കൊടുത്തോ, ഉപ്പാക്ക് ഗുളിക എടുത്തു കൊടുത്തോ, ഉപ്പയുടെ കൈ പിടിച്ച് നടന്നോ, അവരെ സ്നേഹം സമ്പാദിച്ചോ. അവരെ കാലിന്റെ കീഴിലാണ് മോനെ സ്വർഗമുള്ളത്. പെണ്ണ് കെട്ടിയതിന് ശേഷം ഉമ്മാനെ തിരിഞ്ഞു നോക്കുന്നില്ല, ഉപ്പാനെ മൈൻഡ് ചെയ്യുന്നില്ല. മോനെ, നിന്റെ ജീവിതം നശിച്ചു പോയി, നിന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോയി. ഉമ്മയാണ് സ്വർഗം, ഉപ്പയാണ് സ്വർഗത്തിന്റെ കവാടം. സയ്യിദുനാ ഉവൈസുൽ ഖർനി തങ്ങളെ പവർ എന്താണ്? ഹബീബായ തങ്ങളെ കാലത്ത് ജീവിച്ച മഹാൻ, അതാ യമനിലെ ഗ്രാമപ്രദേശത്തിൽ ഒറ്റപ്പെട്ടു പോയ മഹാൻ. ആ ഉവൈസുൽ ഖർനി തങ്ങൾക്ക് സ്വഹാബത്താകേണ്ട ഭാഗ്യം കിട്ടിയിട്ടില്ല. അതേ സമയത്ത് മുത്തുനബി പറഞ്ഞു, ഉമറേ, ഉവൈസുൽ ഖർനിയെ കൊണ്ട് ദുആരപ്പിക്കണോ? എന്തേ ഉവൈസുൽ ഖർനിയുടെ പ്രത്യേകത? സുഖമില്ലാതെ ഉമ്മയെ ഖിദ്മത്ത് ചെയ്തതാണ്. ആ സമയത്ത് ഉമ്മാനെ വിട്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ് നബി തങ്ങളെ നേരിട്ട് കാണാൻ കിട്ടാത്തത്. എന്നിട്ട് ഉവൈസുൽ ഖർനിയുടെ പവർ കുറഞ്ഞോ കൂടിയോ? ഉമറെ ദ്വാരപ്പിച്ചോ, എന്റെ സലാം പറയണമെന്ന് പറഞ്ഞ മഹാനാണ്. മാതാപിതാക്കളെ വെറുപ്പിക്കല്ലേ, അവരെ പ്രയാസപ്പെടുത്തല്ലേ കൂട്ടുകാര്.